അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ വാണക്കുറ്റി പിന്നെ അവിടുത്തെ ഒരു ചാനലിനകത്ത് ന്യൂസ് ലൈവ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനാണ്. പിന്നെ ലോകത്തുള്ള സകല പിന്നെ റിയാലിറ്റി ഷോസിനകത്തും ചെന്ന് ഇത് തരികിട സാബു നമ്മുടെ ബിഗ് ബോസ് വിന്നറായിരുന്നു. ഇയാൾ ഈ പറയുന്നത് അനീഷിനെ കുറിച്ചാണ്. നല്ല ചെറ്റ വർത്തമാനം പറയുന്നത്. ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ അപമാനിക്കാവോ അങ്ങനെയൊക്കെ അപമാനിച്ചുകൊണ്ടുള്ള ഒരു ചെറ്റ വർത്തമാനം. ഇതേതോ വാട്സപ്പ് ഗ്രൂപ്പിൽ എങ്ങാണ്ട് വന്ന മെസ്സേജാണ്. ബാക്കിയുള്ളിടത്തൊക്കെ മാന്യമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്ന അയാൾ വാട്സപ്പ് ഗ്രൂപ്പിലെത്തിയപ്പോൾ നല്ല ചെറ്റ വർത്തമാനം പറഞ്ഞിട്ട് വിമർശിക്കുന്നു. ഇയാൾക്ക് ഇതിനൊക്കെ എന്ത് അധികാരമുണ്ട്? തിരിച്ചൊരാൾ ഇതുപോലെ സാബുമോനെക്കുറിച്ച് പറഞ്ഞായിരുന്നെങ്കിൽ സാബുമോൻ ഇവിടെ കിടന്ന് തിരുവാതിര തുള്ളിയാനല്ലോ അങ്ങോട്ട്. സാബുമോൻ എന്തും ആവാം, സാബുമോനോടൊന്നും ആവാൻ പാടില്ല അല്ലേ? അതാണ് ഇങ്ങയുടെ ഒരു ലൈൻ. അങ്ങേർക്ക് എന്തും ആവാം, എന്നാൽ അങ്ങേരോടൊന്നും ആവാൻ പാടില്ല. കൊള്ളാം. അങ്ങേർക്ക് എന്തോ അനീഷിനോട് വല്ലാത്ത പകയുള്ള പോലെയാണ് അങ്ങേരുടെ സംസാരം. എങ്ങനെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇങ്ങനെ അനീഷിനെ ടാർഗറ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. ചെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കക്ഷിയാണ്. അങ്ങനത്തെ കണക്ഷൻ വെച്ച് കയറിയാണ് ബിഗ് ബോസ്. കോമണൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവനെ കയറ്റിവിട്ടാൻ തന്നെ നിങ്ങൾ അവർക്ക് എന്ന് ചോദിക്കണം. ഞാൻ അതിന്റെ റിയാലിറ്റിയാണ് പറഞ്ഞത്. വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ. അനീഷ് ഒരുപാട് റിയാലിറ്റി ഷോസിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങേര് കോമണർ അല്ല എന്നാണ് പറയുന്നത്. അനീഷിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടേക്കുന്നത് സെൽമി ദ ആൻസർ, ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഒരു പ്രോഗ്രാമിലാണ്. പിന്നെ അങ്ങേർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. വേറെ വല്ല ഷോസിലും അനീഷ് പങ്കെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്നും കരുതി അനീഷ് കോമണർ അല്ല, ആദിലും നൂറയാണ് കോമണർ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറ്റ വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങേരൊക്കെ എന്ത് അധികാരമുണ്ട്? ഈ ആദിലേക്ക് നൂറയ്ക്ക് യൂട്യൂബ് ചാനലുണ്ട്. അതിൽ തന്നെ നല്ല ഫോളോവറും സബ്സ്ക്രൈബറും ഉണ്ട്. അപ്പോൾ ആദിലെ നൂറ എങ്ങനെ കോമണറോ? ആദിലെ നൂറ എങ്ങനെ കോമണറാവും? ശരിക്കും നിങ്ങൾ എന്താണ് കോമണർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരണം. ബിഗ് ബോസിലെ കോമണർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ലാത്ത, അധികം ആൾക്കാർക്ക് കണ്ട് പരിചയമൊന്നും ഇല്ലാത്ത, ഫേമസ് അല്ലാത്ത ഒരാൾ. അനീഷ് ആ ഒരു കാറ്റഗറി നോക്കുമ്പോൾ അനീഷ് ആ കൂട്ടത്തിൽ പെട്ടതാണ്. അനീഷിന് ഗവൺമെൻറ് ജോലി ഉണ്ടെന്ന് കരുതിയിട്ടോ അങ്ങനെ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് കരുതിയിട്ടോ അങ്ങനെ കോമണർ ആവാതില്ല. കുറച്ച് ബുക്ക് എഴുതിയെന്ന് വെച്ചിട്ടും അനീഷ് കോമണർ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എല്ലാ ഇൻ്റർവ്യൂസിലും കാര്യങ്ങളും പറയുന്നുണ്ട് അവൻ എങ്ങനെ കോമണർ ആവാൻ, അവൻ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്, മറ്റേ ന്യൂസ് 17 വയസ്സ് മുതൽ ന്യൂസ് ചാനൽസ് വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് അനീഷ് സെലിബ്രിറ്റി ആണ്, അതുകൊണ്ട് കോമണർ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ആദിലെ നൂറയൊക്കെ ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സെലിബ്രിറ്റിയാണ്. അനീഷിനെ എങ്ങനെ പറയാൻ പറ്റും? ഇയാൾക്ക് എന്തോ അനീഷിനോട് ഒരു പേഴ്സണൽ റിവഞ്ച് ഉണ്ട്. അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂവിൽ ഇരുന്ന് സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങയുടെ ഇൻ്റർവ്യൂസ് ആണെങ്കിലും ഇപ്പോൾ കേട്ട വോയിസ് ആണെങ്കിലും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്തോ ഒരു പേഴ്സണൽ റിവഞ്ച് വെച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ അനീഷിനോട് പെരുമാറുന്നത്. സീരിയസ്ലി എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ശരിയെന്നാ.